കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. തലസ്ഥാന നഗരിയും കോർപ്പറേഷൻ ഭരണം ആര് പിടിക്കും എന്ന ഒരു ചോദ്യത്തിന് മുൻനിർത്തിക്കൊണ്ട് ഇപ്പോൾ ഇലക്ഷൻ പ്രചരണവും മറ്റും മൂന്ന് മുന്നണികളും ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ കൂടി ഇപ്പോഴുള്ളത് CPIയുടെ വഴുതക്കാട് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് രാഖി രവികുമാറാണ് നമ്മളോട് ഇപ്പോൾ ഉള്ളത്. എങ്ങനെയാണ് ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞ കുറേ തവണയായി മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തതാണ്. ഇത്തവണ എങ്ങനെയാണ് ഈ ഒരു മത്സരത്തെ മുൻകൂട്ടി കാണുന്നത്? വഴുതക്കാട് വാർഡ് ഉറപ്പായും CPI ഇടതുപക്ഷ ജനാധിപത്യത്തോടെ നിലനിർത്തും. പ്രത്യേകിച്ചും അത് അങ്ങനെ പറയാനുള്ള കാരണം നമ്മളിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തം പൂർണ്ണമായ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. 76 മുതൽ ഇത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കയ്യിലുള്ള വാർഡാണ്. അതിനുശേഷം ഒരു ടേമിൽ മാത്രമാണ് അതൊരു കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ് ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ, വഴുതക്കാട് നിവാസികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്ത ഒരു സാഹചര്യം. മറ്റൊന്നുമല്ല, വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ അതോടൊപ്പം ജനങ്ങളോടുള്ള ഇടപെടലിൽ എല്ലാം ആ ഒരു പവിത്രത പുലർത്തിക്കൊണ്ട് സുതാര്യമായി അഴിമതിരഹിതമായിട്ടുള്ള ഭരണം നടത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നഗരത്തിൽ വാർഡിൽ ഒരു പോസിറ്റീവ് അനുഭവമല്ലാതെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ വളരെ വിരളമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. അങ്ങനെ ഉണ്ടായില്ല എന്ന് തന്നെ പറയാം. പിന്നെ ചില തൽപര കക്ഷികൾ നടത്തുന്ന ചില വാദങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ പൊതുജനങ്ങളോട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങൾക്കത് ഒരു സർവേ പോലെ ആരംഭിക്കാം. ഒരു തരത്തിലും അത്തരത്തിലുള്ള നെഗറ്റീവ്നെസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം വോട്ടായി ജനങ്ങൾ വീണ്ടും നമ്മൾ വിശ്വാസം അർപ്പിക്കും. നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വാർഡിൽ നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, സ്മാർട്ട് സിറ്റിയുടെ പ്രവർത്തനങ്ങളാണെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യ കാലഘട്ടങ്ങളിൽ രാജ്യഭരണ കാലഘട്ടങ്ങളിലുള്ള പൈപ്പ് ലൈനുകളും അതോടൊപ്പം സീവേജ് ലൈനുകളും ഒക്കെയാണ് സിറ്റി കേന്ദ്രീകരിച്ചുള്ളത്. എന്നാൽ അത് കാലാകാലങ്ങളിൽ ജനസാന്ദ്രത കൂടി സ്വാഭാവികമായി അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടായിരുന്നു. അതെല്ലാം കൃത്യമായി ചെയ്തുകൊണ്ട് വാർഡിലെ സീവേജിൻ്റെ പ്രോബ്ലംസ് ആണെങ്കിലും വെള്ളത്തിൻ്റെ വിഷയങ്ങളാണെങ്കിലും ഇലക്ട്രിസിറ്റി ആണെങ്കിലും അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങൾ, പിന്നെ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്ന കാര്യത്തിൽ എല്ലാ കാര്യങ്ങളിലും കൃത്യമായ നിലപാടെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിവിടുത്തെ ഞങ്ങൾ അർപ്പിച്ച വിശ്വാസമാണ്. ആ വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇവിടെ വീണ്ടും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരും. ഇത്തവണ എന്ത് വില കൊടുത്തും BJP ഭരണം അട്ടിമറിക്കുക, അത്തരത്തിലുള്ളൊരു നീക്കം, വലിയൊരു തുടക്കം തന്നെ അത്തരത്തിലുള്ളൊരു നീക്കം BJPയുടെ ഭാഗത്തുണ്ട്. കാരണം അല്ലെങ്കിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന മുൻപ് തന്നെ അത്തരത്തിലുള്ള നീക്കങ്ങൾ കടന്നിട്ടുണ്ടാകും. അപ്പോൾ അതെങ്ങനെ നേരിടും? തവണ അങ്ങനെ ഒരു കൂടുതൽ സീറ്റ് നേടാനുള്ള സാധ്യത ഈ BJP അടക്കമുണ്ടോ എന്ന് തോന്നുന്നു? ഒരു തരത്തിലും BJPക്ക് അത്തരത്തിലൊരു സാധ്യത ഈ തിരുവനന്തപുരം നഗരത്തിൽ ഇന്നത്തെ സാഹചര്യത്തിലില്ല. പല പ്രാവശ്യവും അത്തരത്തിലുള്ള വാഗ്വാദങ്ങളും അതോടൊപ്പം തന്നെ അഭിപ്രായങ്ങളും അവകാശവാദങ്ങളും മുൻനിർത്തി അല്ലെങ്കിൽ മുന്നോട്ട് BJP കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ മേയർ ഇവിടെ സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞ കഴിഞ്ഞ കാലഘട്ടങ്ങളാണ്. അതൊന്നുമായിരുന്നില്ല എന്ന് ജനങ്ങൾ ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. കാരണം നെഗറ്റീവ്നെസ് ഒരുപാടുള്ള ഒരു അത്തരത്തിലൊരു നിലപാടാണ്, കേന്ദ്ര ഭരണവിരുദ്ധ നിലപാട് ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതിലൊക്കെ ഉപരിയായി പ്രാദേശികമായി പരിശോധിച്ചാലും സംസ്ഥാനത്തിൽ പരിശോധിച്ചാലും BJPയുടെ നേതൃത്വവുമായും അതോടൊപ്പം അവരുടെ ഇടപെടലുകൾ, അവിടുത്തെ നിലവിൽ ജനപ്രതിനിധികളോട് കാട്ടിയ വിവേചനങ്ങളൊക്കെ തന്നെ ഈ കാലഘട്ടങ്ങളിൽ ചർച്ചയാവും. നമുക്കറിയാം, ഒരു ജനപ്രതിനിധി ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യം, അവരുടെ ഒരു പ്രിയങ്കരനായിട്ടുള്ള നേതാവ് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുക, അങ്ങനെ നിരവധിയായിട്ടുള്ള ആ സംഘടനയിൽ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അവർ തന്നെ വിളിച്ചു പറയുമ്പോൾ ജനങ്ങൾ എന്ത് അറിഞ്ഞുകൊണ്ടാണ് ഇവരെ മനസ്സറിഞ്ഞ് സ്വീകരിക്കുന്നത്? ഒരു കാരണവശാലും അത്തരത്തിലൊരു ഭരണമാറ്റം ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സംഭവിക്കില്ല. അത്തരത്തിലാണ് പരിപൂർണ ആത്മവിശ്വാസത്തിലാണ് അഡ്വക്കേറ്റ് രാഖികുമാർ അടക്കം. മാത്രമല്ല, മറ്റെല്ലാ വാർഡുകളിലും ഈ ഒരു ഭരണം തുടരുമെന്ന ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ ഒരു സ്ഥാനാർത്ഥികളും ഒപ്പം അണികളും ഉള്ളത്. ക്യാമറാമാൻ വിനോദിനോടൊപ്പം സാരംഗ് സുധാകരൻ, News 18 തിരുവനന്തപുരം.